വിളിച്ചതൊന്നും അല്ല മോനെ, എന്റെ കൂടെ വന്നതാ. ദുരിതാശ്വാസ ക്യാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർത്തത്. ദുരന്തങ്ങളൊന്നും ആരും വിളിച്ചു വരുത്തുന്നൊന്നും അല്ലല്ലോ, തനിയങ്ങ് കേറി വരുന്നതല്ലേ. നീ പറഞ്ഞതാടാ സത്യം. ആ നോക്കട്ടെ. കടുപ്പം കുറവാണല്ലോ ഡി കൊച്ചേ. അല്ല, തേയില തീർന്നു കാണും. പിന്നെ നല്ല കരകരപ്പ്. കുറച്ച് മൂത്തുപോയത് കൊണ്ടായിരിക്കും. പൂത്തുപോയാലും വരും. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ പലഹാരങ്ങളാണ്, അല്ലാതെ ഈ ഫുട്പാത്തിലിട്ട് വിൽക്കുന്ന അല്ല. ഇത്രയും പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള സാമ്പത്തികം ഈ വീട്ടിലില്ലെന്ന് എനിക്കറിയാം. ഏതായാലും മാധവൻ നായർക്ക് 2 മക്കളെ പ്രേമിക്കാൻ പഠിപ്പിച്ച് പണമുള്ള വീട്ടിലേക്ക് അയക്കാൻ പറ്റിയില്ലേ? അതിന് ദൈവത്തോട് നന്ദി പറയണം. ജഗന്റെ അപ്പച്ചി വന്നത് ഹരിതയുടെ സുഖാന്വേഷണത്തിനല്ലേ? വന്ദനെ, വേണ്ട. അമ്മേ, ഇത്രയും നേരം ഈ പറഞ്ഞൊക്കെ കേട്ട് എന്നതേ ഇവിടെ ഉള്ളവരുടെ മര്യാദയാ. ഈ കൊണ്ടുവന്നതൊക്കെ കെട്ടിപ്പൊതിഞ്ഞെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് നോക്ക്. ഇവിടെ ആർക്കും ആരുടെ ഒരു പലഹാരവും വേണ്ട. മോനെ, ഇത് നിങ്ങൾക്കൊക്കെ തരാൻ വേണ്ടി അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ? ഇത് തിരിച്ചു തന്നു വിട്ട അമ്മയ്ക്ക് സങ്കടാവും. വേണ്ട. എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് ഈ സ്ത്രീയെയും വിളിച്ചോണ്ട് ഇവിടുന്ന് പോവാൻ നോക്ക്. വേണ്ടമ്മേ, വിട. ഇതമ്മ ഹരിതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. കൂടെ വന്നിരിക്കുന്ന ആ സ്ത്രീയുടെ വാക്കും കേട്ട് ഇത് തിരികെ തന്നു വിട്ടാൽ അത് വലിയ പാപവും. ജഗ, ആ പലഹാരങ്ങളായിട്ട് വന്നത് അമ്മയാ. എല്ലാവരും ജഗനെ പഴിചാരി മാറ്റി നിർത്തിയപ്പോഴും ചേർത്ത് പിടിച്ച അമ്മ. ആ അമ്മ മകൾക്ക് വേണ്ടി സ്വന്തം കൈകൊണ്ട് ആഗ്രഹത്തോടെ ഉണ്ടാക്കി കൊണ്ടുവന്ന പലഹാരം ഞാൻ മുഖത്തേക്ക് വലിച്ചെറിയണമായിരുന്നു. ജഗന്റെ അപ്പച്ചി ഓരോ അനാവശ്യങ്ങൾ പറയുമ്പോഴും മൗനമായി വിതുമ്പി നിൽക്കുകയായിരുന്നു ജഗന്റെ അമ്മ. ആ വീട്ടിൽ എനിക്ക് ആകെ സ്നേഹം കിട്ടിയത് ആ അമ്മയിൽ നിന്ന് മാത്രം. അങ്ങനെയുള്ള അമ്മയുടെ കണ്ണീര് കാണാനുള്ള ശക്തിയൊന്നും എനിക്കില്ലായിരുന്നു. അതാ ഞാൻ തെറ്റായിപ്പോയെങ്കിൽ ജഗനോട് ക്ഷമിക്കും. സോറി വന്ദനെ, ക്ഷമ ചോദിക്കാനുള്ള നീയല്ല, ഞാനാ. എന്റെ ജീവന എന്റെ അമ്മ. ആ അമ്മയുടെ മനസ്സ് കാണാൻ മകനായി എനിക്ക് പറ്റിയില്ല. പക്ഷേ മരുമകളായി നിനക്കതിന് സാധിച്ചു. ജഗ, അതോർത്ത് ജഗൻ സങ്കടപ്പെടണ്ട. ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യത്തിൽ അമ്മയ്ക്ക് പിഴവ് പറ്റി. ഇങ്ങോട്ടുള്ള വരവിൽ അമ്മയ്ക്ക് ജഗന്റെ അപ്പച്ചിയെ ഒഴിവാക്കാമായിരുന്നു. അതെ, അച്ഛന്റെ പെങ്ങളെന്ന നിലയിൽ അപ്പച്ചിക്ക് വേണമെങ്കിൽ എന്നെ ശകാരിക്കാം. പക്ഷെ അത് എന്നോട് മാത്രം മതി. വന്ദനയെയോ വന്ദനയുടെ വീട്ടുകാരെയോ കുറ്റപ്പെടുത്താനുള്ള അധികാരം അവർക്കില്ല. ഇനിയും അവരിത് ആവർത്തിച്ച ഇത്രയും നാൾ ഞാൻ കൈ ഓങ്ങിയതേ ഉള്ളൂ. ഇനി ചിലപ്പോ. പ്രകാശേട്ടാ, എന്തോ പ്രശ്നമുണ്ട്. ജഗന്റെ വാട്സപ്പിൽ ഓൺലൈനിലുണ്ട്. ശരിയാണല്ലോ. ഹലോ. ഹലോ. ആ
അക്കൗണ്ട് നമ്പർ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. പണം അയക്കാൻ വൈകുന്തോറും റിസ്ക് കൂടും. ജഗന്റെ ജീവൻ ആപത്തിലാണ്. ഇപ്പൊ അയക്കാം. ഓക്കെ വന്ദനെ, നമുക്ക് വേഗം ബാങ്കിൽ ചെന്ന് ക്യാഷ് അടയ്ക്കാം. ഹലോ, നിങ്ങളൊന്ന് വീഡിയോ കോളിൽ വന്നേ. എനിക്ക് ജഗനെ ഒന്ന് കാണണം. വന്ദനെ, നമുക്ക് ആദ്യം പോയി ക്യാഷ് ഇടാം. ഇവിടെ വീഡിയോ കോളിൽ വരാൻ പറ്റില്ല, സിഗ്നൽ കുറവാണ്. ഞാൻ ഈ നമ്പർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. അപ്പൊ സിഗ്നൽ വന്നോളൂ. ഹലോ ഹലോ, ദാ ഇത് തട്ടിപ്പായിരുന്നു. ഇനി ഈ നമ്പറിലൊന്ന് വിളിച്ചു നോക്കിയേ. സ്വിച്ച് ഓഫ് ആണല്ലോ. കൊള്ളാം. നിന്റെ ബുദ്ധിയും തിരിച്ചറിവും കൊണ്ട് ഏപ്രിൽ 1 നമ്മൾ ഫൂൾ ആവാതെ രക്ഷപ്പെട്ടു. ഇതുപോലെയാ ഓരോരുത്തർ ഈ പാവങ്ങളൊക്കെ പറ്റിക്കുന്നത്. ആ ദാ ജഗൻ വിളിക്കുന്നു. ഹലോ ജഗ. വന്ദനെ, ഇപ്പോ എനിക്ക് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞൊരു കോൾ വന്നിരുന്നോ? ആ വന്നിരുന്നു. ജഗൻ ആക്സിഡന്റ് ആണ്, ക്യാഷ് അയക്കാനും പറഞ്ഞിരുന്നു. എന്നിട്ട് നീ അയച്ചോ? ഇല്ല, ഫേക്ക് കോൾ ആണെന്ന് മനസ്സിലായി. അതൊരു ഏപ്രിൽ ഫൂൾ കോൾ ആണെന്ന് നിനക്ക് മനസ്സിലായല്ലേ? അത് വിളിച്ചു തരാണെന്നറിയോ? നീ ഞാനാ. ആ, എന്റെ ഭാര്യയെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ബെറ്റ് വെച്ചിരുന്നു. ഈ ബെറ്റിൽ വിജയിച്ചത് നീ തന്നെയാ. ഞാനല്ല നീ. എന്റെ വന്ദനെ ആർക്കും ഏപ്രിൽ ഫൂൾ ആക്കാൻ പറ്റില്ല. റിയലി ഐ ലവ് യു.